വിഷ്ണു. ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ കെനലിൻ്റെ പേര് ബ്രോഡ് സ്പാക്ക് കെനൽ. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് ബ്രീഡ് ചെയ്യണത് ജാക്ക് റസൽ ടെറിയർ ആണ്. ഇത് ജാക്ക് റസൽ ടെറിയറിൽ തന്നെ 2 കളേഴ്സാണ്. ഈ ബ്രീഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷമായി ഈ ബ്രീഡ് ഫോക്കസ് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ അടുത്തൊരു 2ഓളം ഇമ്പോർട്ടുകളുണ്ട്. ബ്രെഡ് ഇന്ത്യ ഡോഗ്സ് ഉണ്ട്. നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗ്സുകളൊക്കെ ചാമ്പ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ ബ്രീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മൾട്ടിപർപ്പസ് ബ്രീഡാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു പെറ്റ് ഡോഗായിട്ടും വളർത്താം, ഒരു ഗാർഡിയൻ ഡോഗായിട്ടും വളർത്താം. ഇവരുടെ സൈസ് വെച്ച് ഇവരെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡ് ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കൂടെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ബ്രീഡും കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു ടയേർഡ്നെസ് ആയോ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷനിലോ ഇരിക്കുകയാണെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എനർജി ലെവൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി. ഇവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ലെവലാണ്. എപ്പോഴും ഒരു എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ബ്രീഡാണിത്. നമുക്കിവിടെ മൊത്തം ഏകദേശം ഒരു 15ഓളം ജാക്ക് റസൽ ടെറിയർ ഉണ്ട്. നമ്മൾ ഒരുമാതിരി എല്ലാവരെയും ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗ്സ് ഇപ്പോൾ ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഷോയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഗ്രൂപ്പ് 3 ടെറിയർ ഗ്രൂപ്പിൽ 3ലാണ് ഇവർ മത്സരിക്കുന്നത്. അതിൽ ടെറിയർ ഗ്രൂപ്പിലാണ് ഇവർ മത്സരിക്കുന്നത്. ഈ ജാക്ക് റസൽ ടെറിയർ എന്ന് പറയുമ്പോൾ രണ്ട് കോട്ടാണ് ഉള്ളത്. ഇത് സ്മൂത്ത് കോട്ടും ലോങ് കോട്ടും ഉണ്ട്. നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് സ്മൂത്ത് കോട്ടാണ്. സ്മൂത്ത് കോട്ടിൽ തന്നെ 3-4 കളർ വേരിയേഷൻ ഉണ്ട്. ഇത് ട്രൈ കളർ എന്ന് പറയും, വൈറ്റ്, ബ്ലാക്ക്, ടാൻ. ഇത് ബൈ കളർ എന്ന് പറയും, വൈറ്റ്, ടാൻ. അതുകൂടാതെ തന്നെ ഇതിൽ തന്നെ ബൈ കളറിൽ തന്നെ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനും കൂടെ ഉണ്ട്. അങ്ങനെ 3 കോമ്പിനേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ വൈറ്റ് ഉണ്ട്, നമ്മുടെ കയ്യിലില്ല വൈറ്റ്. നമ്മുടെ അടുത്ത് ഈ 3 കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 5 to 6 kg വെയിറ്റ്, അതുകൂടാതെ ഒരു 9 to 12 ഇഞ്ച് 30 ഇഞ്ച് ഹൈറ്റ്. അതാണ് ബ്രീഡ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും അഡൽട്ട് ഡോഗ് 12 years ആയതാണ്. ലൈഫ് സ്പാൻ ഏകദേശം നമുക്ക് ഇപ്പോൾ നമ്മുടെ 12 years ഉണ്ട്, പക്ഷേ നമുക്കൊരു 10 ആ റേഞ്ചിലാണ് നോർമലി നമ്മൾ പല സ്ഥലത്തും കണ്ടേക്കുന്നത്. പിന്നെ ഇവരുടെ ഫുഡ് ഹാബിറ്റ് പറയുകയാണെങ്കിൽ നമ്മളിവിടെ നോർമലി 2 നേരം ഫീഡ് ചെയ്യണത്. ചിക്കൻ റൈസാണ് മെയിൻ ഫീഡ് ചെയ്യണത്. പിന്നെ നമ്മൾ ഷോ ഡോഗ്സിന് റോ ഫീഡ് ചെയ്യും, പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കും. അതാണ് നോർമലി ചിക്കൻ റൈസ് കുക്ക് ചെയ്ത് ബിരിയാണി വരെ വെച്ച് കൊടുക്കണം നോർമലി ചെയ്യണത്. അല്ലാത്തവർക്കൊക്കെ സ്പെഷ്യൽ ഫുഡുകൾ വേറെ ഡിപ്പെൻഡ് അപ്പോൺ ഓരോരുത്തർക്ക്. പ്രഗ്നന്റ് ഡോഗിന് ഓരോന്ന്, ഷോ ഡോഗിന് ഓരോന്ന്, പപ്പീസിന് ഓരോന്ന്. ആ ഡിപ്പെൻഡ് അപ്പോണാണ്. ഈ ഒരു ഡോഗ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗ്സുകളാണ്. ഇവൾ ഓൾറെഡി ഇപ്പോൾ ചാമ്പ്യനായി. ഇവനിപ്പോൾ ഷോ ചെയ്തിപ്പോൾ 2 cc ആയി. 2 cc കൂടെ ഇവനും ചാമ്പ്യനായി. ഈ ബ്രീഡിനെ വളർത്തുമ്പോൾ ഫാമിലി സെല്ലിൽ ഉണ്ടാവുന്ന നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവരുടെ ഈ എനർജി ലെവല്, നമ്മളൊരു ക്ഷീണിതനാണെങ്കിൽ പോലും ഇവർ വന്ന് നമ്മളോട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷൻ നമ്മുടെ എനർജി കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇവർ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണ്ട, ഇവരുടെ ആ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. പിന്നെ ഇവർ മെയിൻലി എൻ്റെ കൊച്ചിന് ഇപ്പോൾ 6 വയസ്സേ ഉള്ളൂ. അവളായിട്ടാണ് ഇവർ കൂടുതലും സ്പെൻഡ് ചെയ്യണത്. അവളുടെ കൂടെ കളിക്കാനും അവളുടെ കൂടെ ഓരോ അവൾ സൈക്കിൾ ഔട്ടാണ് ഞാൻ എൻ്റെ പുറകടക്കൽ. അവളിപ്പോൾ കളിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ പോയി ഇരിപ്പ്. പിന്നെ ബോൾ കളിക്കാൻ അവൾ ബോൾ എറിഞ്ഞു കൊടുക്കും, ഇവർ പോയി പറക്കിക്കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർ കാണിക്കുന്നത്. ഇതൊരു 25 days ഓൾഡായ പപ്പീസാണ്. ഇതിൻ്റെ ഫാദർ നമ്മൾ ആദ്യം കാണിച്ച ട്രൈ കളർ മെയില് ഇന്ത്യൻ ചാമ്പ്യനാണ്. അവൻ ഇന്ത്യൻ ചാമ്പ്യൻ രാഗോസ് സീസർ എന്നാണ് അവൻ്റെ പേര്. നമ്മൾ ടോമി എന്ന് വിളിക്കും. അവൻ നമ്മുടെ തന്നെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഒരു ഫീമെയിൽ ഇവ എന്ന് പറഞ്ഞ്, അവളും ഇന്ത്യൻ ചാമ്പ്യനാണ്. അവർ രണ്ടുപേരെ കോമ്പിനേഷനിലുള്ള 2 പപ്പീസാണ്. ഇപ്പോൾ 25 ദിവസം പ്രായമായി. ഇപ്പോൾ ഫീഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫീഡ് ചെയ്യാനും എല്ലാത്തിനും മോളാണ് ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് പോയി നിൽക്കുന്നത്. ഇവള് ചെല്ലുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പോലും വേറെ ആര് ചെല്ലുമ്പോൾ അമ്മയ്ക്കൊരു പിടപ്പുണ്ടാകും കുഞ്ഞിനെ തൊടുവാനെ പറ്റി. പക്ഷേ ഇവള് ചെല്ലുമ്പോൾ മാത്രം അമ്മ മാറിക്കൊടുക്കും. ഇവൾക്ക് എന്തോ നേരം കുഞ്ഞുങ്ങളെ കളിപ്പിക്കാം, എന്തോ നേരം വേണ്ടി എടുത്ത് കൈ പിടിക്കാം. അമ്മ യാതൊരു പ്രശ്നമില്ല. വേറെ ആരെ കണ്ടാലും അമ്മ ചെറിയൊരു ഡിസ്റ്റർബൻസോടെയാണ് അമ്മ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ കാണിക്കണത്. പക്ഷെ ഇവള് മാത്രം ചെല്ലുമ്പോൾ ഭയങ്കര കാമാണ് അമ്മ മാറിക്കൊടുക്കും. ഇവൾക്ക് എന്തോ നേരം വേണമെങ്കിലും എടുത്ത് കളിപ്പിക്കാം.